നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. മറ്റാർക്കും അനുകരിക്കാനും കഴിയാത്ത വിധം, അല്ലെങ്കിൽ ഒരു റോൾ മോഡലാക്കാൻ കഴിയാത്ത വിധം ജീവിതശൈലിയിൽ മലയാള സിനിമയിൽ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. അത് ആര് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ജോൺ അബ്രഹാം. ജോൺ ചെയ്തതും ജീവിച്ചതും ജോണിന് മാത്രം സ്വന്തമാണ്. ജോൺ അകാലത്തിൽ മരിച്ചപ്പോൾ ജോൺ ആവാൻ ഒരുപാട് പേര്, ഡ്യൂപ്ലിക്കേറ്റുകൾ ഒരുപാട് ഇറങ്ങി, എവിടെയൊക്കെയോ എങ്ങോ പോയി മറഞ്ഞു. ഒരാൾക്കും ജോൺ ആവാൻ കഴിയില്ല. 1972 വിദ്യാർത്ഥികളെ ഇതിലെ ആ പടം ഓടാത്ത നന്നായി. കാരണം ഒരു കച്ചവട സിനിമയ്ക്ക്, ശശികുമാർ സാറിൻ്റെ ഒരു സിനിമയ്ക്ക് എന്തെല്ലാം ചേരുവകൾ വേണോ അതൊക്കെ വച്ചാണ് ഒരു തട്ടുകൂട്ട് കഥയിൽ ആദ്യ സിനിമ ചെയ്തത് ജോൺ. പലർക്കും അറിയില്ല വിദ്യാർത്ഥികളെ ഇതിനെതിരെ. 1977 അഗ്രഹാരത്തിൽ കഴുത എന്ന് പറഞ്ഞ തമിഴ് സിനിമ നമ്മുടെ സംഗീത സംവിധായകൻ MB ശ്രീനിവാസനെ നായകനാക്കിക്കൊണ്ട് തമിഴ്നാട്ടിൽ വലിയ കോളിലൊക്കെ സൃഷ്ടിച്ച സിനിമയാണ്. 1979 ചെറിയാച്ചൻ്റെ ക്രൂരകൃത്യങ്ങൾ. 1986 അമ്മയറിയാൻ. തീർന്നു. ഇത്രയേ ഉള്ളൂ ജോൺ അബ്രഹാമിൻ്റെ സിനിമയിലെ സംഭാവന. 4 സിനിമകൾ കൊണ്ട് ജോൺ അബ്രഹാം ഉണ്ടാക്കിയെടുത്ത മൈലേജ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. അതിലൊന്ന് തമിഴും, മറ്റൊന്ന് തനി കച്ചവട സമയം കൊല്ലിപ്പെടുമായിരുന്നു വിദ്യാർത്ഥികളെ ഇതിലെ. എന്നിട്ടും ശരിക്കും പറഞ്ഞാൽ അഗ്രഹാരത്തിലെ കഴുത, ചെറിയാച്ചൻ്റെ ക്രൂരകൃത്യങ്ങൾ, അമ്മയറിയാൻ 3 സിനിമകൾ കൊണ്ട് ജോൺ അബ്രഹാം തലപ്പൊക്കമുള്ള സംവിധായകരുടെ നിരയിൽ തന്നെ സ്ഥാനം പിടിച്ചു. വിപ്ലവകരമായ ആശയങ്ങളുടെ ഉപജ്ഞാതാവ് എന്നാണ് ജോണിനെ കാലം വിലയിരുത്തിയത്. ജോണൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് സന്തതിയല്ല. ഇൻസ്റ്റിറ്റ്യൂട്ട് സന്തതിയാണല്ലോ. പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങിയതാണ്. അമ്മയറിയാനെടുത്ത ജോണിൻ്റെ പടമാണോ വിദ്യാർത്ഥികളെ ഇതിലെ എന്ന് ചോദിച്ചാൽ പലർക്കും വിശ്വാസം വരാത്ത തരത്തിലുള്ളതായിരുന്നു. ഒരു കച്ചവട സിനിമയ്ക്ക് ആവശ്യം വേണ്ട പാട്ട്, ആട്ടം, തമാശ, അടി, ഇടി എന്ന് തുടങ്ങി 1960-70 കാലഘട്ടത്തിലെ മസാല പടങ്ങൾക്ക് എന്തൊക്കെ വേണോ അതെല്ലാം ചേർത്ത സാധനമായിരുന്നു വിദ്യാർത്ഥികളെ ഇതിലെ. ജോണിൻ്റെ കഥയ്ക്ക് തിരക്കഥ എഴുതിയത് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് സന്തതി തന്നെയായ വിൽക്കാനുള്ള സ്വപ്നങ്ങൾ സംവിധാനം ചെയ്ത M. ആസാദായിരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സന്തതിയായ രാമചന്ദ്ര ബാബു ആയിരുന്നു ക്യാമറ. താടിയില്ലാത്ത വയലാർ പാട്ടുകൾ എഴുതി. അക്കാലത്ത് താടിയില്ലാത്ത യേശുദാസ് പാടി. മധു, ജയഭാരതി, അടൂർഭാസി, തമിഴ് നടി മനോരമ, പരവൂർ ഭരതൻ, SP പിള്ള, ശാന്തകുമാരി തുടങ്ങിയ അഭിനേതാക്കളെ, ശാന്തകുമാരിയല്ല ശാന്തദേവി, അപ്പോൾ ശാന്തകുമാരി സിനിമയിൽ വന്നിട്ടില്ല, തുടങ്ങിയ അഭിനേതാക്കളെ വെച്ച് ചെയ്തിട്ടും ജോണിൻ്റെ ആദ്യ സിനിമ ദയനീയമായി വീണുപോയി. അത് നന്നായി എന്ന് ഞാൻ പറയും. കവി അയ്യപ്പൻ നിങ്ങളെല്ലാം അറിയുമെന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട അയ്യപ്പണ്ണനെ പരിചയപ്പെടും മുമ്പ് തലസ്ഥാനത്തെത്തിയാൽ എഡിറ്റർ PR നായരായിരുന്നു ജോണിനെ ചുമന്ന് നടന്നിരുന്ന ഹതഭാഗ്യൻ. അതും ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. P. രാമൻ നായർ എന്ന PR നായരും പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് സന്തതിയാണ്. രാമൻ നായരെ മാത്രമേ ഒരു കാലത്ത് ജോൺ അബ്രഹാം അനുസരിക്കുമായിരുന്നുള്ളൂ. മിതഭാഷിയായ രാമൻ നായരുടെ ഒരു നോട്ടം മതി, മതമിളകി നിൽക്കുന്ന ആന തലയാട്ടി ഒതുങ്ങും പോലെ ജോൺ അടങ്ങും. ലോകത്തെവിടെ വേണേലും ചില്ലിക്കാശ് കയ്യിലില്ലാതെ ജോൺ ആട്ടോയിൽ പോയിട്ട് വരും. അതാണ് ജോൺ അബ്രഹാമിൻ്റെ ഏറ്റവും വലിയ ഗുണം. ആരെ കാണാനാണോ പോകുന്നത് അവർ ആട്ടോ കാശ് കൊടുത്തോളണം. അതാണ് നിയമം. ആ പർട്ടിക്കുലർ ആളിനെ കാണാൻ ചെന്നപ്പോൾ അവിടെ അയാൾ ഇല്ലയെന്ന് വെച്ചോ, ആ ആട്ടോയിൽ അടുത്തൊരാളിനെ കാണാൻ പോകും, അയാൾ കൊടുക്കണം, എല്ലാം കൂടെ ചേർത്ത്. ജോൺ ഒരു ബുദ്ധിജീവി സംവിധായകൻ മാത്രമല്ല, നല്ല രസകരമായി സംസാരിക്കുന്ന ഒരു സംഭാഷണ ചതുരനാണ്, കഥാകൃത്താണ്, ഗവേഷകനാണ്, ഫിലോസഫറാണ്, നല്ല പ്രാസംഗികനാണ്, ഗായകനാണ്, വേണമെങ്കിൽ നൃത്തവും ചെയ്യുമായിരുന്നു. ജോൺ മരിച്ചത് കോഴിക്കോട്ടെ ഒരു ബഹുനില കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് പതിച്ചിട്ടാണല്ലോ. ആരെങ്കിലും ജോണിനെ തള്ളിയിട്ടതാണോ എന്നൊക്കെ പലരും സംശയിച്ചു. ജോണിൻ്റെ മരണത്തെപ്പറ്റി സുഹൃത്തായ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് സന്തതിയായ സംവിധായകൻ KG ജോർജ് പറഞ്ഞ ശ്രദ്ധേയമായ ഒരു കമൻ്റുണ്ട്. ജോണിനെ സംബന്ധിച്ചിടത്തോളം അത് സ്വാഭാവിക മരണമാണ്. ജോണിന് ഇങ്ങനെ മരിക്കാൻ കഴിയൂ എന്നാണ്
KG ജോർജ് പറഞ്ഞിട്ടുള്ളത്. ജോണിൻ്റെ ശവമടക്കാൻ സ്വന്തം നാട്ടിലെ പള്ളി അധികാരികൾ തയ്യാറായില്ല. തെമ്മാടിക്കുഴിയിലെ ഇടം നൽകിയുള്ളൂ. അതും ജോണിനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികം. ഒരു ദേവാലയത്തിലും കയറി ഇറങ്ങാത്ത ആളായിരുന്നല്ലോ ജോൺ. കോട്ടയത്ത് എത്ര മത്തായിമാരുണ്ട് എന്ന ചോദ്യം കഥാരൂപത്തിൽ ചോദിച്ച ആളാണ് ജോൺ അബ്രഹാം. പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങിയവരിൽ ദക്ഷിണേന്ത്യക്കാരായവർ അവസരങ്ങൾക്കായി നേരെ വരിക കോടമ്പക്കമാവുമല്ലോ, വേറെങ്ങും പോകാനില്ലല്ലോ, നേരെ മദ്രാസിൽ വന്നിറങ്ങും. വില കുറഞ്ഞ ഒരു ലോഡ്ജിൽ തമ്പടിച്ച് മുഖ്യധാരാ സിനിമാക്കാർ ഈ ലോഡ്ജിനെ പൂന ഹോംസ് എന്ന് പേരിട്ടു. ഒരു വില കുറഞ്ഞ ഒരു ലോഡ്ജിലാണ് ഈ താടിക്കാരന്മാരെല്ലാം കൂടെ വന്ന് പൂനെയിൽ നിന്ന് വന്ന് തമ്പടിച്ചത്. അതിനെ നമ്മുടെ കമേഴ്ഷ്യൽ സിനിമ നസീസാറിൻ്റെ നേതൃത്വത്തിലുള്ള കമേഴ്ഷ്യൽ സിനിമാക്കാർ പറഞ്ഞത് പൂന ഹൗസ് എന്നാണ്. കാരണം പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നതുകൊണ്ട് കഞ്ചാവ് വലിക്കുന്ന വാറ്റുചാരായം കുടിക്കുന്ന വർഗം എന്ന ലേബൽ നൽകി മുഖ്യധാരാ സിനിമാക്കാർ ഇവരെ അകറ്റി നിർത്തിയിരുന്നു. പൂന ഹൗസിൽ ജോൺ ശങ്കരമംഗലം, അസീസ്, ബാലുമഹേന്ദ്ര, ജോൺ അബ്രഹാം, നടൻ പ്രഭാകരൻ, രാമചന്ദ്ര ബാബു, എഡിറ്റർ രവി, KG ജോർജ് തുടങ്ങിയ ഇൻസ്റ്റിറ്റ്യൂട്ട് സന്തതികളായിരുന്നു വാസം. രാമു കാര്യട്ടിൻ്റെയും PN മേനോൻ്റെയും പിന്തുണ ഈ ടീമിനുണ്ടായിരുന്നു, പൂനെയിൽ നിന്ന് വന്നവർക്കുണ്ടായിരുന്നു. ജോണിൻ്റെ തന്നെ കഥയായ ജോസഫ് ഒരു പുരോഹിതൻ സിനിമയാക്കാനാണ് ജോൺ അബ്രഹാം ആദ്യം ശ്രമിച്ചത്. ഓളവും തീരവും നിർമ്മിച്ച, അന്ന് പ്രൊഡക്ഷൻ മാനേജരും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവും നിർമ്മാതാവും ഒക്കെ ആയിരുന്ന PA ബക്കറായിരുന്നു ഈ പറയുന്ന ജോസഫ് എന്ന പുരോഹിതൻ എന്ന് പറഞ്ഞ ജോണിൻ്റെ സിനിമ നിർമ്മിക്കാൻ തീരുമാനിച്ചത്. തിരക്കഥ എഴുതാൻ ഫ്രഞ്ച് താടിക്കാരനായ സക്രിയ ഡൽഹിയിൽ നിന്നും വന്നു. നമ്മുടെ സക്രിയ അന്ന് ഫ്രഞ്ച് താടിയൊക്കെ വെച്ച് ഡൽഹിയിൽ നിന്ന് വന്നു ബുദ്ധിജീവിയായിട്ട്. താടിയില്ലാത്ത നാടൻ മുണ്ടെടുക്കുന്ന വയലാർ ജോസഫ് ഒരു പുരോഹിതനായി പാട്ടെഴുതി. നേരത്തെ പറഞ്ഞ കണക്ക് അന്ന് താടിയില്ലാത്ത യേശുദാസ് ആദ്യമായി സംഗീത സംവിധാനം നിർവഹിച്ച സിനിമയായിരുന്നു ജോസഫ് എന്ന പുരോഹിതൻ. ചരിത്രത്തിൽ എവിടെയെങ്കിലും കുറിച്ചതായി എനിക്കറിയില്ല യേശുദാസ് ആദ്യമായി സംഗീത സംവിധാനം നിർവഹിച്ച സിനിമ ഏതാണെന്ന്. ഈ ജോസഫ് എന്ന പുരോഹിതൻ എന്ന ജോൺ അബ്രഹാമിൻ്റെ സിനിമയ്ക്ക് വേണ്ടിയാണ് യേശുദാസ് ആദ്യമായി സംഗീത സംവിധാനം നിർവഹിച്ചത്. ഏലിയാമ്മേ, സബത്താനി എന്നുള്ള ഹീബ്രു വാക്കുകൾ ചേർത്ത് വയലാർ എഴുതിയ പാട്ട് യേശുദാസ് ഭംഗിയായി ചിട്ടപ്പെടുത്തി. ജോസഫ് ഒരു പുരോഹിതൻ വെളിച്ചം കണ്ടില്ല എന്ന് പറയണ്ടല്ലോ. ജോൺ സൽക്കറിയ എന്നാണ്, സക്കറിയയെ ജോൺ അബ്രഹാം വിളിക്കുന്നത് സൽക്കറിയ എന്നാണ്. അങ്ങനെ ജോൺ സൽക്കറിയ എന്ന് വിളിക്കുന്ന സക്കറിയ ഡൽഹിയിലേക്ക് മടങ്ങി. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാസ്കര പട്ടേലിനും ഞാനും അടൂർ ഗോപാലകൃഷ്ണൻ വിധേയൻ എന്ന സിനിമയാക്കി. ബക്കർ അതോടെ നിർമ്മാതാവിൻ്റെ കതർ കുപ്പായം അഴിച്ചുവെച്ച് കമ്പനി ചുവന്നപ്പോൾ സംവിധാനം ചെയ്യാൻ പോയി. ഇനി നിർമ്മാണം വേണ്ടാന്ന് തീരുമാനിച്ചു. പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പഠിച്ചിറങ്ങിയ ജോൺ പാതിരാത്രിക്ക് കോടമ്പക്കർ റോഡിലൂടെ ലുങ്കിയെടുത്ത് തലയിലൊരു തോർത്ത് കെട്ടി വെറുതെ നടക്കും. നൈറ്റ് പെട്രോളിംഗ് നടത്തുന്ന പോലീസുകാരുടെ അടുത്തെത്തുമ്പോൾ ചുമ്മാ ജോൺ ഒരു ഓട്ടം വെച്ച് കൊടുക്കും. പോലീസുകാരെ കാണുമ്പോൾ ഓടി എന്താവും നിങ്ങൾ ആലോചിക്കുക, എന്തോ തെറ്റ് ചെയ്തിട്ട് പോകുന്നല്ലേ വിചാരിക്കും. പോലീസിനെ കണ്ടപ്പോൾ ഓടണമെങ്കിൽ ഒന്നുകിൽ കള്ളനായിരിക്കണം. പോലീസ് പിറകെ ഓടിച്ചിട്ട് പിടിച്ച് ലോക്കപ്പിൽ കൊണ്ടിടും. ലോക്കപ്പ് കിട്ടിയ ഉടനെ തന്നെ സുഖമായി അവിടെ കിടന്നങ്ങ് ഉറങ്ങും. രാവിലെ പ്രശസ്തരായ സിനിമാക്കാരുടെ പേരുകൾ പറയും. ചലച്ചിത്ര പരിഷത്തിൻ്റെ പ്രസിഡൻ്റായ, ജീവിതത്തിൽ സദാചാര വിരുദ്ധത ഒന്നും കാട്ടാത്ത TE വാസുദേവൻ സാറിൻ്റെ പേരായിരിക്കും മിക്കവാറും ജോൺ പറയുന്നതും. അദ്ദേഹം വന്ന് ജോൺ അബ്രഹാമിനെ സ്റ്റേഷനിൽ നിന്ന് ജാമ്യത്തിൽ ഇറക്കും. സ്വന്തമായി യാത്ര ചെയ്യുന്ന കാറിൽ ഒരു നടി കയറിയതിൻ്റെ പേരിൽ ആ കാറ് വിറ്റ് കളഞ്ഞു. അത്രയും സദാചാര എന്താ പറയുക, അതിൽ മാത്രം ചിന്തിച്ച് ജീവിക്കുന്ന TE വാസുദേവൻ സാറിന് ജോൺ കൊടുക്കുന്ന പണി ഇതാണ്. അവിടെ കിടന്നിട്ട് പോലീസുകാരോട് പറയും TE വാസുദേവനെ വിളിക്കൂ, ചലച്ചിത്ര പരിഷത്തിൻ്റെ പ്രസിഡൻറ്റിനെ വിളിക്കൂ. അങ്ങനെ ഒരു മടിയുമില്ലാതെ വാസുദേവൻ സാർ ചെന്ന് ജാമ്യത്തിലിറക്കുമായിരുന്നു. ഏത് സിനിമാക്കാരൻ്റെ വീട്ടിൽ പോയാലും ഗേറ്റ് തുറന്നു കിടന്നാലും മതിൽ ചാടിയേ ജോൺ വീട്ടിനകത്തേക്ക് കയറും. TE വാസുദേവൻ്റെ വീട്ടിലെ മതിൽ എത്രയെങ്കിലും പ്രാവശ്യം ജോൺ ചാടിയിട്ടുണ്ട് എന്നാണ് വാസു സാർ എന്നെ പറയുന്നത്. വടപഴനിയിലെ കുപ്രസിദ്ധി നേടിയ തെരുവുകളിൽ ജോൺ വന്നാൽ ഉത്സവ ലഹരിയാണ്. പിന്നെ ജോൺ ഡാൻസ് ചെയ്യും. കൈവശം പണമോ മദ്യമോ ഉണ്ടെങ്കിൽ പാവങ്ങൾക്ക് വീതിച്ച് നിൽക്കും.
അവരിൽ ഒരാളായാണ് തമിഴത്തികൾ ജോണിനെ കണ്ടിരുന്നത്. ജോൺ മദ്രാസിലെത്തുന്നതിൻ്റെ തലേവർഷം സത്യമാഷ് ഈ ലോകം വിട്ടിരുന്നു. മലയാള സിനിമ പ്രേം നസീർ എന്ന പ്രതിഭാസത്തിൻ്റെ ചുറ്റും കറങ്ങുന്ന കാലം. ഒരു ദിവസം ജോൺ അബ്രഹാം പ്രേം നസീറിൻ്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. നസീറിൻ്റെ മൂത്ത മകളുടെ 3 വയസ്സുള്ള മോൾ ഓടിക്കുന്ന 3 ചക്രത്തിലുള്ള ട്രൈസിക്കിൾ മുറ്റത്ത് കിടക്കുന്നത് ജോൺ കണ്ടു. അതിൽ കയറി ജോൺ ആ സിമൻറ്റിട്ട മുറ്റമാകെ ചവിട്ടി നടന്നു. ആലോചിച്ച് നോക്കി, ആ സെക്യൂരിറ്റി ഉണ്ടായിരുന്ന ഗൂർഖയായാലും ശരി, അല്ലെങ്കിൽ നസീർ സാറിൻ്റെ ഭാര്യയോ മക്കളോ ഒക്കെ ഇറങ്ങി നോക്കിയാൽ കാണുന്ന കാഴ്ച, 3 വയസ്സുള്ള കുട്ടിക്ക് ചവിട്ടാൻ വാങ്ങിയ ട്രൈസിക്കിൾ ജോൺ അബ്രഹാം എന്ന് പറഞ്ഞ സംവിധായകൻ, പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങിയ സംവിധായകൻ ആ മുറ്റത്തിട്ട് ചവിട്ടുകയാണ്. ഗേറ്റ് വാച്ചറായ ഗൂർഖയ്ക്ക് പോലും ആ കാഴ്ച നോക്കി നിൽക്കാനേ ആയുള്ളൂ, പിടിച്ചു മാറ്റാനൊന്നും കഴിഞ്ഞില്ല. അകത്തു നിന്നും നസീർ സാറ് ഇറങ്ങി വന്നു. ഒരു പരിചയപ്പെടുത്തലോ മടിയോ ഇല്ലാതെ നസീർ സാറിൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് ജോൺ പറഞ്ഞു, ഹലോ മിസ്റ്റർ പ്രേം നസീർ, യു ആർ സ്റ്റിൽ യങ്. നിങ്ങളിപ്പോഴും നല്ല യുവത്വമാണ് എന്നാണ്. ഒരു പരിചയമില്ല നസീർ സാറിന്. ആ കമൻറ്റ് കേട്ട നസീർ സാർ ചിരിച്ചു. ഒരു ശത്രു രാജ്യത്തെ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ നസീറിനെ ആ രാജ്യത്തെ നമ്മുടെ അംബാസഡറായി അയച്ചാൽ മതി. അദ്ദേഹം തൻ്റെ നയതന്ത്രജ്ഞത കൊണ്ട് ആ രാജ്യത്തെ നമ്മുടെ വരുതിയിൽ എത്തിക്കുന്ന സ്വഭാവക്കാരനാണല്ലോ. ഇപ്പോൾ പാകിസ്ഥാനിൽ ഇത്രയും സംഘർഷഭരിതമായി നിൽക്കുമ്പോൾ സത്യത്തിൽ നസീർ സാറാണ് ഒരു അംബാസഡറെങ്കിൽ, അവിടുത്തെ ഇന്ത്യയുടെ പ്രതികരിച്ചുള്ള അംബാസഡറാണെങ്കിൽ അദ്ദേഹം ചിലപ്പോൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കും. അത്രയും എല്ലാവരോടും മാന്യമായി പെരുമാറുന്ന ആളല്ലേ. മിസ്റ്റർ പ്രേം നസീർ, ഞാനിപ്പോൾ വന്നത് എൻ്റെ അടുത്ത പടത്തിൽ നിങ്ങൾ നായകനായി അഭിനയിക്കണം. ജോൺ പറയുക, ആകാമല്ലോ എന്നായി നസീർ സാർ. പ്രതിഫലമൊന്നും തരില്ല, വേണ്ട, ഫ്രീ ആയിട്ട് അഭിനയിക്കാം. എൻ്റെ കയ്യിൽ പണമില്ല, പടം പിടിക്കാനുള്ള പണവും നിങ്ങൾ തരണം. ആലോചിച്ച് നോക്കൂ, നസീർ സാറിനെ പോലെ പവൻ വിലയുള്ള ഡേറ്റുള്ള മനുഷ്യൻ്റെ ചെന്ന് ഡേറ്റ് ചോദിക്കുന്നു. അതിനെന്താസേ, ഞാൻ നിങ്ങളുടെ പടത്തിൽ അഭിനയിക്കാമെന്ന് പറയുന്നു, പ്രതിഫലം തരാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് അഭിനയിക്കാമെന്ന് പറഞ്ഞപ്പോൾ പറയുക, എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല പടം എടുക്കാൻ, നിങ്ങൾ കാശ് തരണം പടം പ്രൊഡ്യൂസ് ചെയ്യാനെന്നാണ് പറഞ്ഞത്. അപ്പോൾ നസീർ സാർ ചിരിച്ചു. അധിക ദിവസമൊന്നും വേണ്ട, 2 ഷോട്ടിൽ നിങ്ങൾ പ്രത്യക്ഷപ്പെട്ടാൽ മതി, നായകനാണ്, 2 ഷോട്ട് മതി എന്നാണ് പറയുന്നത്. അപ്പോൾ നസീർ സാർ ചോദിച്ചു, അപ്പോൾ നായകൻ ഞാനല്ലേ എന്ന് ചോദിച്ചു. അതെന്ത് ചോദ്യം, നിങ്ങൾ തന്നെയാണ് നായകൻ, CID ആണ് നിങ്ങൾ, CID. ആദ്യ സീനിൽ നിങ്ങൾ പ്രത്യക്ഷപ്പെടണം തന്നെ നിങ്ങളൊരു മുഖം മൂടി എടുത്ത് ധരിക്കും. അവസാനത്തെ സീനിൽ നിങ്ങൾ ആ മുഖം മൂടി ഊരും. നിങ്ങൾ ഈ 2 ഷോട്ടിൽ വന്നാൽ മതി, ബാക്കിയൊക്കെ ഞാൻ ഡ്യൂപ്പിട്ടെടുത്തോളാം. നസീർ സാർ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ചമ്മി. ആലോചിച്ച് നോക്കും, ഒരു സിനിമയുടെ ആദ്യ ഷോട്ടിൽ നസീർ സാർ വന്ന് നിന്നിട്ട് ഒരു മുഖം മൂടി ഇടുക, പടം തീരുമ്പോൾ മുഖം മൂടി മാറ്റിയിട്ട് നസീർ സാറിനെ കാണിക്കുക, ബാക്കി മുഴുവൻ ഞാൻ ഡ്യൂപ്പിട്ടെടുത്തോളാം എന്നാണ് പറയുന്നത്. വിദ്യാർത്ഥികളെ ഇതിലെ എടുത്ത് പൊളിഞ്ഞ് വെങ്കിട സ്വാമിനാഥൻ്റെ തിരക്കഥയിൽ പുരോഹിത വർഗം തല്ലിക്കൊന്ന ഒരു കഴുതയുടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കഥ പറയുന്ന അഗ്രഹാരത്തിൽ കഴുതയുടെ പണികൾക്കിടയിൽ 1976 നെയ്യാർ ഡാമിൽ വെച്ച് നടന്ന KSUവിൻ്റെ സമ്മേളനത്തിൽ സിനിമാ സെമിനാറിൽ പങ്കെടുക്കാൻ ജോൺ അബ്രഹാം വന്നു. 1976 പ്രാകൃത രൂപത്തിൽ കണ്ട സിനിമാക്കാരനെ കണ്ടിട്ട് ഒരു KSUക്കാരി ചോദിച്ചു, അയ്യേ സിനിമാക്കാർ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അത് കേട്ട ജോൺ അടുത്ത് നിന്ന് ക്ലീൻ ഷേവ് ചെയ്ത ഹാഫ് സ്ലീവ് ചുവന്ന ഷർട്ടിട്ട P. പത്മരാജനെ ചൂണ്ടി പറഞ്ഞു, സിനിമാക്കാർ എങ്ങനെ ഇരിക്കണം, ഇവനെ പോലെ ഇരുന്നാൽ മതിയോ എന്ന് ചോദിച്ചു. പത്മരാജനെ പോലെ ഇരുന്നാൽ മതിയോ. അഗ്രഹാരത്തിൽ കഴുതൈ തമിഴ്നാട്ടിൽ വലിയ പ്രതിഷേധം വിളിച്ചു വരുത്തി. നായകനായി ബ്രാഹ്മണനായ സംഗീത സംവിധായകൻ MP ശ്രീനിവാസൻ അഭിനയിച്ചിട്ടും ബ്രാഹ്മണർ പ്രതിഷേധത്തിന് ഇറങ്ങി. മുഖ്യമന്ത്രി MGR ഈ ചിത്രം നിരോധിക്കണം എന്ന് പ്രസ്താവിച്ചു. അതുകൊണ്ട് മാത്രം, അതായത് ഈ ചിത്രം തമിഴ്നാട്ടിലെ ഒരു തിയേറ്ററിലും കാണിക്കാതെ നിരോധിക്കണം, അത് വളരെ അർത്ഥവത്തായിട്ടാണ് പുള്ളി പറഞ്ഞത്. ആ ഒരു വാചകം കൊണ്ട് തന്നെ ഒരൊറ്റ തിയേറ്ററിൽ പോലും തമിഴ്നാട്ടിൽ പടം റിലീസ് ചെയ്യാനായില്ല. എന്നാൽ ഈ ചിത്രം 1977 മികച്ച പ്രാദേശിക ചിത്രത്തിനുള്ള കേന്ദ്ര അവാർഡ് നേടിയതോടെ ജോൺ അബ്രഹാം ഒരു താരമായി മാറി. കേരളത്തിലെ ഫിലിം സൊസൈറ്റികൾ അഗ്രഹാരത്തിലെ കഴുതൈ മത്സരിച്ച് പ്രദർശിപ്പിച്ചു. ഫിലിം സൊസൈറ്റി പ്രവർത്തകരുടെ ആരാധനാമൂർത്തിയായി ജോൺ ഉയർന്നു. അന്തർദേശീയ ചലച്ചിത്രോത്സവം മദ്രാസിൽ നടക്കുകയാണ്.
വിദേശ സിനിമാക്കാരുടെ താമസവും സ്റ്റാളും എല്ലാം 5 സ്റ്റാർ ഹോട്ടലായ താജ് ഹോട്ടലിലാണ്. അവിടെ അഗ്രഹാരത്തിൽ കഴുതയ്ക്കും ഒരു സ്റ്റാളുണ്ട്. അഗ്രഹാരത്തിൽ വധിക്കപ്പെട്ട കഴുതയുടെ തലയോട്ടി, സീനുകളിൽ മന്ത്രവാദത്തിന് ഉപയോഗിച്ച കരിഞ്ഞ പന്തങ്ങൾ, പ്രേതത്തെ ഇരുമ്പാണിയിൽ തറച്ച ചുറ്റിക, പിന്നെ അഗ്രഹാരത്തിൽ കഴുതയുടെ ഒരു പോസ്റ്റർ. ഇത്രയേ ഉള്ളൂ ആ പവലിയനിൽ. ഒറ്റ നോട്ടത്തിൽ ഏതോ മന്ത്രവാദ പുരയിൽ കയറിയതുപോലെ തോന്നും ആ സ്റ്റാൾ കണ്ടാൽ. അവിടെ ഒരു കസേരയിൽ മുടിയും താടിയും നീട്ടിയ ജോൺ എബ്രഹാം ഇരിപ്പുണ്ട്. സത്യജിത്രയുടെ അടക്കം ഇന്ത്യൻ സിനിമകളുടെയും വിദേശ സിനിമകളുടെയും സ്റ്റാളുകൾ അവിടെ ഉണ്ടായിട്ടും താജ് ഹോട്ടലിൽ റിസപ്ഷനിലെ പടിക്കെട്ടിന് ചോട്ടിലുള്ള സ്റ്റാളിലായിരുന്നു, അഗ്രഹാരത്തിൽ കഴുതയുടെ സ്റ്റാളിലായിരുന്നു ജനം. ഇറ്റലിയിലെ പെസാറോ ഫിലിം ഫെസ്റ്റിവലിൽ അഗ്രഹാരത്തിൽ കഴുതയെയും കൊണ്ടാണ് ജോൺ പോയത്. കഴുതയും ജോൺ എബ്രഹാമും കൂടി പങ്കെടുത്തു. അവിടെയും ജനം ജോണിൻ്റെ പിന്നാലെയായിരുന്നു. തിരുവനന്തപുരത്ത് പടിഞ്ഞാറക്കോട്ടയിലെ പ്രശസ്തമായ അരിമന അമ്മ വീട്ടിൽ അതിൻ്റെ മുറ്റത്ത് വെച്ച് കാവല നാരായണ പണിക്കരുടെ പ്രശസ്തമായ അവനവൻ കടമ്പയുടെ റിഹേഴ്സൽ നടക്കുകയാണ്. ജി അരവിന്ദനാണ് സംവിധായകൻ. വൈകുന്നേരങ്ങളിൽ നാടക റിഹേഴ്സൽ കാണാൻ ധാരാളം പേരവിടെ വരും. ഒരു നാൾ ജോൺ എബ്രഹാമും അവിടെ ചെന്നു. ഭരത് ഗോപി, നെടുമുടി വേണു, ജഗന്നാഥൻ, കൃഷ്ണൻകുട്ടി നായർ, ഗോപാലകൃഷ്ണൻ, വസന്ത, കുഞ്ചുപിള്ള, കലാധരൻ, നടരാജൻ തുടങ്ങിയവരൊക്കെയാണ് അഭിനേതാക്കൾ. കൊട്ടും പാട്ടും നൃത്തവും ഒക്കെയുള്ള നാടകമാണല്ലോ അവനവൻ കടമ്പ. നൃത്തരംഗങ്ങൾ വന്നപ്പോൾ ആരോടും ചോദിക്കാതെ ജോണും കൂടി അതിൽ കൂടെ ചേർന്ന് അതിനകത്ത് കയറി ഡാൻസ് ചെയ്തു. ആ കാഴ്ച കാവാലത്തിന് ഇഷ്ടമായി. ജോൺ എബ്രഹാം കൂടി തൻ്റെ ക്രൂവിൽ കയറി ഡാൻസ് ചെയ്യുന്ന കണ്ടപ്പോൾ നാടകം കഴിഞ്ഞപ്പോൾ കാവാലത്തിനോട് ജോണിൻ്റെ ഒരു ചോദ്യം. പണിക്കരെ, കാവാലം നാരായണ പണിക്കരെ വിളിക്കുകയാണ്. പണിക്കർ സാർ എന്നൊന്നുമല്ല, പണിക്കരെ കൊട്ടില്ലാതെ ഈ നാടകം അവതരിപ്പിക്കാമോ? കാവാലം ഒന്ന് മൗനിയായി. കൊട്ടില്ലെങ്കിൽ ഈ നാടകമില്ല. കാവാലത്തിൻ്റെ മർമ്മത്തിൽ കൊള്ളുന്ന ചോദ്യമായിരുന്നു അത്. ജോൺ പറയുന്ന ഒരു സിനിമാ കഥ പറയാം. സിനിമ ഗ്രാമങ്ങളിൽ വന്നു തുടങ്ങിയ കാലം. 2 അപ്പാപ്പന്മാർ സിനിമ കാണാൻ പോയി. എല്ലാം അടുത്ത് കാണണം എന്ന വാശിയിലോ നമ്മുടെ മുന്നിൽ മറ്റൊരുതിനും ഇരിക്കേണ്ടെന്ന് കരുതി അപ്പാപ്പന്മാർ തറ ടിക്കറ്റിൽ ഏറ്റവും മുന്നിൽ കയറിയിരുന്നു. സിനിമ തുടങ്ങി. അതാ ഒരു സിംഹം മലമുകളിൽ നിന്നും ചാടി വരുന്നു. തൻ്റെ നേരെ ചാടി വരുന്ന സിംഹത്തെ കണ്ട് ഒരപ്പാപ്പൻ മറ്റേ അപ്പാപ്പനോട് പറഞ്ഞു, അയ്യോ സിംഹം, നമുക്ക് പോവാം എന്ന് പറഞ്ഞു. അപ്പം മറ്റേ അപ്പാപ്പൻ പറഞ്ഞു, എടാ ഇത് സിനിമയാണ്, സിംഹം പിടിക്കില്ല എന്ന് പറഞ്ഞു. സിംഹം പിടിച്ചാൽ എന്തു ചെയ്യും എന്നായി അയാൾ. ഞാൻ പോവുക എന്ന് പറഞ്ഞു. തനിക്ക് ഇത്ര വിവരമില്ലേ, ഇത് സിനിമയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പാപ്പൻ്റെ മറുപടി, എനിക്ക് വിവരമുണ്ടായിട്ട് എന്ത് കാര്യം, സിംഹത്തിന് വിവരമുണ്ടോ? അതായിരുന്നു ജോൺ പറയുന്ന കഥ. ഒരു ഡൽഹി യാത്ര കഴിഞ്ഞ് ജോൺ മടങ്ങിയെത്തി. നല്ല സന്തോഷവാനായിരുന്നു. ജോൺ ഒരു രഹസ്യം പരസ്യമാക്കി. ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. പെണ്ണാരാണെന്ന് പറയാമോ? ആർക്കും ഉത്തരമില്ല. ഇന്ത്യ മുഴുവൻ കറങ്ങുന്ന ആളല്ലേ ജോൺ. അവിടെയൊക്കെ പെണ്ണുങ്ങളുണ്ടാവുമല്ലോ. അവരിലാരോ ഒരു അസാധാരണ സ്ത്രീ ആയിരിക്കാം എന്ന് കരുതി. ഒരു സാധാരണക്കാരിയാകാൻ വഴിയില്ല. ഡൽഹിയിൽ അവിവാഹിതയായ ഒരു കവയിത്രിയുണ്ട്, മലയാളി. അവാർഡ് ജേതാവാണ് അവരുടെ സഹോദരൻ. ജോണിൻ്റെ അടുത്ത സുഹൃത്തായ സാഹിത്യകാരനാണ്. ഒരു ഗസ് പോലെ നമ്മുടെ നാനയുടെ മദ്രാസ് ലേഖകനും പിന്നെ എഡിറ്ററും ഒക്കെ ആയ മധുവൈപ്പന ആ കവയിത്രിയുടെ പേര് പറഞ്ഞു. അത് കേട്ടപ്പോൾ ജോൺ അത്ഭുതപ്പെട്ടു. താൻ എങ്ങനെ അറിഞ്ഞു എന്നായി ജോൺ. തനിക്ക് പറ്റിയ ഒരാളാകണ്ടേ, ഇവർ കറക്റ്റായിരിക്കും. ഇതെങ്ങനെ വന്ന് സംഭവിച്ചു എന്ന് ചോദിച്ചു. ഐ ലവ് യു എന്ന് അവൾ എന്നോട് പറഞ്ഞു. ജോൺ പറയുകയാണ്. തെമ്മാടിത്തരം പറയരുതെന്ന് ജോൺ മറുപടി പറഞ്ഞു. ഐ റിയലി ലവ് യു എന്നാണ് അവർ വീണ്ടും പറഞ്ഞ മറുപടി. എനിക്ക് 1 വർഷം സമയം വേണമെന്ന് അപ്പോൾ ജോൺ പറഞ്ഞു. ഒരുപാട് ചുറ്റിക്കറങ്ങാനുണ്ട്, കുറേ കൂടി കള്ള് കുടിക്കാനുണ്ട്, അത് കഴിയട്ടെ എന്ന് പറഞ്ഞാണ് ജോൺ കേരളത്തിലേക്ക് പോകുന്നത്. അതോടെ എന്താ പറയുക, ആ വിവാഹം അവിടെ അവസാനിച്ചു. ഒരു കണക്കിന് നന്നായി. ആ കവയിത്രി ഇപ്പോഴും ഒറ്റയ്ക്ക് തിരുവനന്തപുരത്ത് സന്തോഷമായി കഴിയുന്നു എന്ന് എനിക്കറിയാം. ചിലപ്പോൾ ജോൺ അവരെ കെട്ടിയിരുന്നെങ്കിൽ സ്വഭാവ മാറ്റമൊക്കെ ഉണ്ടായി ഇപ്പോഴും ജോൺ ജീവിച്ചിരുന്നതിനെ എന്ന് വെറുതെ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. ഞാൻ എൻ്റെ മാധ്യമത്തിൻ്റെ ഹിറ്റ്ലറാണ്
എന്ന് അഭിമാനത്തോടെ പറയുന്ന ആത്മവിശ്വാസക്കാരനായിരുന്നു ജോൺ. പക്ഷേ സിനിമകളിൽ അദ്ദേഹം ഹിറ്റ്ലറുടെ കാർക്കശ്യം കാണിക്കാൻ മെനക്കെട്ടില്ല. സിനിമ എടുക്കാൻ തിരക്കഥ എന്തിന് എന്ന് ചോദിച്ച് സിനിമയെ സമീപിച്ചതിൽ അദ്ദേഹത്തിൻ്റെ സിനിമകൾ പലപ്പോഴും ഉത്തരവാദിത്വം കാണിച്ചില്ല. കയ്യൂർ സമരകഥ സിനിമയാക്കാൻ പലരും തയ്യാറെടുത്തു. മൃണാൾ സെൻ ഉൾപ്പെടെ. ലെനിൻ രാജേന്ദ്രൻ മീനമാസത്തിലെ സൂര്യൻ എന്ന് പറഞ്ഞ് കയ്യൂർ സമരകഥ സിനിമയാക്കി ആഗ്രഹം സാധിച്ചു. ജോൺ അബ്രഹാമും തിരക്കഥ തയ്യാറാക്കി മുന്നോട്ട് പോയി. കയ്യൂരിൽ ചെന്ന് ചരിത്ര സ്ഥലങ്ങളെല്ലാം കണ്ട് എർത്തുകളുമായിട്ട് നടന്ന് എല്ലായിടും ലൊക്കേഷനൊക്കെ കണ്ടുവച്ചു. ഒരു ഷാപ്പിൽ കയറി, കള്ള് ഷാപ്പിൽ കയറി നിറയെ കഴിച്ചു. എല്ലാം വാരി വലിച്ചൊക്കെ തിന്ന് കുടിച്ച് ഒരു പരുവമായി. ബില്ല് വന്നപ്പോൾ കൈ കാശില്ല. എല്ലാവരുടെയും കയ്യിലെ പെട്ടികളും കിടക്കകളും വാങ്ങി വയ്ക്കാൻ ഷാപ്പുടമ തയ്യാറായി. ഒരു തുണിക്കടയുടെ കവർ നെഞ്ചിൽ പൊത്തിപ്പിടിച്ചിട്ട് ജോൺ പറഞ്ഞു, എൻ്റെ എല്ലാം എടുത്തോ, ഇതൊഴിച്ച് എന്ന് പറഞ്ഞു. അപ്പോൾ ഷാപ്പുടമ ചോദിച്ചു, ഈ കവറിലെന്താന്ന് ചോദിച്ചു. കയ്യൂരിൻ്റെ തിരക്കഥയാണ്, ഇത് വിട്ടൊരു കളിയില്ല എന്നായി ജോൺ. എന്നാൽ അതിവിടെ ഇരിക്കട്ടെ, ബാക്കി പെട്ടിയൊക്കെ നിങ്ങൾ തിരിച്ചെടുത്തോ എന്ന് പറഞ്ഞ് ആ കവർ വാങ്ങി അവിടെ വച്ചിട്ട് എല്ലാവരുടെയും പെട്ടികൾ പാവം മണ്ടനായ ഷാപ്പുടമ തിരിച്ചു കൊടുത്തു. സന്താപത്തോടെ ജോൺ ഇറങ്ങി നടന്നു, പിന്നാലെ എർത്തുകളും. പഞ്ചാബി ഹൗസിൽ കൊച്ചിൻ അനീഫ് ചെയ്തൊരു സീനുണ്ടല്ലോ, പഞ്ചാബികളുടെ അവിടെ കൊണ്ടുവന്ന് ഹരിഷി അശോകനെയും ദിലീപിനെയും കൊടുത്തിട്ട് പണയം വെച്ചിട്ട് നടക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് പോകണമെന്ന് പഞ്ചാബികൾ വിചാരിക്കും. ഫ്രണ്ട് ഷോട്ട് കാണിക്കുമ്പോഴാണ് മണ്ടനെ പറ്റിച്ചല്ലോ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് പോകുന്നത്. അതുപോലെ ജോണ് ആ കയ്യിലിരുന്ന കടലാസ് കവർ ഷാപ്പുടമയെ ഏൽപ്പിച്ചിട്ട് മുങ്ങി. പിന്നെ അങ്ങോട്ട് തിരിച്ചു ചെന്നതേയില്ല. സിനിമ എടുക്കാൻ നമുക്ക് എന്തിനാടാ ആ കടലാസ് കെട്ട് എന്നായിരുന്നു ജോൺ പറഞ്ഞത്. ഈ അലസത എന്നും ജോൺ അബ്രഹാമിനുണ്ടായിരുന്നു. 1985 ഇറ്റലിയിലെ പൊസാറോ ഫിലിം ഫെസ്റ്റിവലിൽ അഗ്രഹാരത്തിൽ കഴുതയെ പ്രദർശിപ്പിച്ച് ആ ഫെസ്റ്റിവലിൽ പങ്കെടുത്ത മറ്റാർക്കും കിട്ടാത്ത കയ്യടിയും പ്രശസ്തി നേടി ജോൺ നാട്ടിലെത്തി. പുതിയ വസ്ത്രങ്ങളും ബാഗും ഷൂസും ഒക്കെയായി നിൽക്കുന്ന ജോണിനെ അതിശയത്തോടെ നോക്കി ജോണിൻ്റെ ചേച്ചി ചോദിച്ചു, രാജാ, ഇതെല്ലാം നീ പുതിയത് മേടിച്ചതാണോ എന്ന് ചോദിച്ചു. കാരണം മുഷിഞ്ഞല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അവർ സ്നേഹത്തോടെ വിളിക്കുന്ന രാജ എന്നാണ്. ഈ സഹോദരി ഒരു അമ്മയെപ്പോലെ ആയിരുന്നു ജോണിന്. ഏയ്, ബാഗ് ബീനയുടെ, ബീന നിങ്ങൾക്കറിയാമായിരിക്കും, എഡിറ്റർ ബീനയുടെയാണ്. ബീന പോളിനെ എല്ലാവർക്കും അക്കാഡമിയിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഷൂസ് അവരുടെ ഭർത്താവ് വേണുവിൻ്റെയാണ്, ക്യാമറമാൻ വേണുവിൻ്റെ. ഷർട്ട് അഹമ്മദിൻ്റെ, കണ്ണട ബെർണാഡിൻ്റെ. മതി, അപ്പോൾ നിൻ്റേതായിട്ട് ഒന്നുമില്ലേ എന്നായി ചേച്ചി. ഇതിൻ്റെയൊക്കെ ഉള്ളിൽ കയറി ഇറ്റലിയിൽ പോയി തിരിച്ചെത്തിയ ഈ ശരീരം എൻ്റെയാണ് എന്നാണ് ജോൺ അബ്രഹാം പറഞ്ഞത്. ഞാൻ യാദൃച്ഛ്യമായി നമുക്കിനി അടുത്ത ആരെക്കുറിച്ച് ചെയ്യാമെന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ച് പലതും പോകും. എനിക്ക് തോന്നി നമ്മൾ ഇതുവരെ ജോൺ അബ്രഹാമിനെ പറ്റി പറഞ്ഞില്ലല്ലോ എന്ന് തോന്നി. വാസ്തവത്തിൽ ഞാൻ ജോൺ അബ്രഹാമിനെ കുറിച്ച് ഇങ്ങനെയല്ല പറയാനിരുന്നത്. ജോൺ അബ്രഹാമിൻ്റെ എന്താ പറയുക, ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക്, ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക്, ഒരു മനുഷ്യസ്നേഹി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയാനാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് വേണ്ട, ജോണിനെ പറ്റി നമുക്കറിയില്ലാത്ത രസകരമായ കഥകൾ പറയാമെന്ന് തോന്നി. ഞാൻ പറഞ്ഞില്ലേ, കോട്ടയത്ത് എത്ര മത്തായിമാരുണ്ടെന്ന് ആലോചിക്കണമെങ്കിൽ ജോൺ ആരായിരിക്കും. എന്തായാലും ഒരു അതിമാനുഷ്യനായിരുന്നു, പക്ഷേ ലഹരിയിൽപ്പെട്ട് നശിച്ചു പോയി. പ്രിയപ്പെട്ട ജോൺ അബ്രഹാമിൻ്റെ കുഞ്ഞു തമാശകളാണ് ഞാൻ പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജോണിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയ എപ്പിസോഡ് ഇനി ഒരിക്കൽ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.